നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വെട്ടം ആലുശ്ശേരിയിൽ കത്തികൊണ്ട് പരിക്കേൽപ്പിച്ച യുവതിയുടെ സ്വർണ്ണാഭരണം കവർന്നു. ബിപിയങ്ങാടി സ്വദേശിനി താനൂരിൽ ട്രെയിൻ തട്ടി മരിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ OP ടിക്കറ്റ് വർധനവ്, പ്രതിഷേധം ശക്തമാകും. തിരൂർ തുമരക്കാവിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. താനാളൂർ UDF ബഹുജന മാർച്ച് താക്കീതായി. പരിയാപുരത്ത് ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. വെട്ടം ആലുശ്ശേരിയിൽ യുവതിയുടെ കയ്യിൽ കത്തികൊണ്ട് പരിക്കേൽപ്പിച്ച് ബ്രേസ്ലെറ്റ് കവർന്നു. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. മോഷണം പതിവായതോടെ പരിയാപുരത്ത് പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ആലുശ്ശേരിയിലെ മോഷണം. കൈക്ക് പരിക്ക് പറ്റിയ യുവതിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുക്കളയിൽ മീൻ വറുക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങോട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് വന്നിട്ട് കഴിച്ച വലിച്ച് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഭാഗം തൂങ്ങിയപ്പോൾ എനിക്ക് കിട്ടി കയ്യിൽ. കുട്ടി ഞാൻ അമ്മാന്ന് ഉറപ്പ് വിളിച്ചപ്പോഴേക്കിന് അകത്ത് കത്തിനായിട്ട് കയ്യിൽ നിന്ന് മുറി വെച്ചിട്ട് ഞാൻ കയ്യോണ്ട് വിട്ടു. വിട്ടപ്പോഴേക്കിന് അവരുടെ പല വെച്ചപ്പോൾ ഞാൻ അറിയാൻ ബ്ലാക്ക് മൊത്തം ബ്ലാക്കാണ്. ടീഷർട്ടാണ് ഇട്ടിരുന്നത്. ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് മുഖംമൂടിയും. കണ്ണ് മാത്രമേ തെളിഞ്ഞുണ്ട്. വീട്ടിൽ അമ്മയും മക്കളും ഉണ്ട്. ആലുശ്ശേരി മില്ലുംപടിക്ക് സമീപമാണ് സംഭവം. കുറ്റിയിൽ വിജീഷിന്റെ ഭാര്യ വിജിലയുടെ ബ്രേസ്ലെറ്റാണ് മോഷ്ടാവ് കവർന്നത്. വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വിജില അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മോഷ്ടാവ് പിറകിലൂടെ വന്ന് വിജിലയുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് കവർന്നത്. തടയാൻ ശ്രമിച്ച വിജിലയുടെ കൈക്ക് കത്തികൊണ്ട് പരിക്കേൽപ്പിച്ചു. ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരൂരായിരുന്നു. അപ്പോൾ ഫോൺ അയൽവാസിയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ തന്നെ ഇവിടെ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഭാര്യ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ബാക്കിൽ വന്നിട്ട് ബ്രേസ്ലെറ്റ് പൊട്ടിച്ച് പോവുകയാണ് ചെയ്തത്. പരിയാപുരത്ത് ഭഗവതിക്കോട്ടയിലും ജുമാ മസ്ജിദിലും ബേക്കറി കടയിലും തുണിക്കടയിലും സമീപനാളുകളിൽ മോഷണം നടന്നിരുന്നു. മോഷണം പതിവായതോടെ പരിയാപുരത്ത് പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ആലുശ്ശേരിയിലെ മോഷണം. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബിപിയങ്ങാടി സ്വദേശിനി താനൂരിൽ ട്രെയിൻ തട്ടി മരിച്ചു. ബിപിയങ്ങാടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പെരുങ്കുളത്ത് സുരേഷിന്റെ ഭാര്യ ഷൈബയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. ബിപിയങ്ങാടി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പെരുങ്കുളത്ത് സുരേഷിന്റെ ഭാര്യ ഷൈബയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. തിരൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഷൈബ. താനൂർ പുത്തൻതെരുവിൽ വെച്ചാണ് ട്രെയിൻ തട്ടിയത്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ജിഷ്ണു, വിഷ്ണു, ആദിഷ് എന്നിവർ മക്കളാണ്. വെട്ട ന്യൂസ്, തിരൂർ. തിരൂർ ജില്ലാസ്പത്രിയിൽ OP ടിക്കറ്റ് വർധനവ് പ്രതിഷേധം ശക്തമാവുന്നു. HMC കമ്മിറ്റിയിൽ ടിക്കറ്റ് വർധനവ് ചർച്ചയ്ക്കെടുത്തപ്പോൾ എതിർത്തിരുന്നതായി HMC അംഗം PT ഷെഫീഖ് വെട്ട ന്യൂസിനോട് പറഞ്ഞു. ജില്ലാസ്പത്രിയിലെ ക്യാൻറ്റീൻ തുറക്കാത്തതിലും ഓങ്കോളജി കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതും ജില്ലാ പഞ്ചായത്തിന്റെ പിടിപ്പുകേടാണെന്ന് PT ഷെഫീഖ് ആരോപിച്ചു. ജില്ലാ ആശുപത്രിയിലെ നാളെ മുതൽ കാഷ്വാലിറ്റീൻ്റെ വർധനവ് വളരെയധികം പ്രതിഷേധമായി വരുന്നുണ്ട്. അതിൽ HMCയുടെ തീരുമാനപ്രകാരം നിലവിൽ OP ടിക്കറ്റ് കൂട്ടണമെന്ന് പറയുകയും അതോടൊപ്പം മോർച്ചറിയിലെ പ്രേതത്തിൻ്റെത് കൂട്ടണമെന്ന് പറയുകയും അജണ്ട വന്നപ്പോൾ അത് രണ്ടും കൂട്ടാൻ പറ്റില്ല, അങ്ങനെ അതിശക്തമായി എതിർക്കുകയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ കാഷ്വാലിറ്റീൻ്റെ കൂട്ടി എന്ന് അറിയിപ്പാണ് ഇപ്പോൾ കിട്ടിയത് സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ. പക്ഷെ അത് രാത്രിയിലേക്ക് എന്തെങ്കിലും വർധനമായി ചെയ്യാന്നല്ലാതെ പകല് OP അതേ നിരക്ക് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതോടൊപ്പം ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്യാൻറ്റീനിൽ ഒരു ഇഷ്യൂ ഉണ്ട്. ക്യാൻറ്റീനിൻ്റെ ഇന്നേ വരെ ആ ക്യാൻറ്റീനിൻ്റെ നടപടിക്ക് എടുക്കാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി കഴിഞ്ഞിട്ടില്ല. അതൊരു ഭയങ്കര ദുഃഖമായ സത്യമാണ്. കാരണം രാത്രിയിലൊക്കെ ആളുകൾ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ട്. അത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ഏത് യുദ്ധകാല അടിസ്ഥാനത്തിലായാലും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വളരെ ഒരു വിഷമം രോഗികളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും അത് പ്രതിസന്ധി കണ്ടുണ്ട്. രണ്ടാമത് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബിൽഡിങ്ങിൻ്റെ പണി ഉദ്യോഗസ്ഥന്മാരെ തടസ്സം പറഞ്ഞ് നിൽക്കുകയാണ്. അത്രയും കാര്യങ്ങൾക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ MLAയും ഗവൺമെൻറ് തയ്യാറാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഒപ്പം മുന്നോട്ട് പോകാത്ത ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെയൊക്കെ ഒരു മാനസികാവസ്ഥ മുന്നോട്ട് പോകണില്ല. അവരിത് ആളുകളെ കാണിക്കാൻ പോയിട്ടൊരു കാര്യമല്ലോ. അത് ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യുന്ന മാതിരി ചെയ്യാത്തതിൻ്റെ അവസ്ഥ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ ദുരന്തം വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതിനൊക്കെ അടിയന്തരമായി കുറേ കാര്യം ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി ശ്രദ്ധ ചെലുത്തണം. അത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എന്താണെന്ന് പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയണമെന്നാണ് HMC എന്നുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്. തിരൂർ തുമരക്കാവിൽ അജ്ഞാതനെ ട്രെയിൻ തട്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. 60-നും 65-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റേതാണ് മൃതദേഹം. തിരൂർ ജില്ലാസ്പത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിരൂർ തുമരക്കാവിനു സമീപം രാവിലെയാണ് അജ്ഞാതനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 60-നും 65-നും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റേതാണ് മൃതദേഹം. കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിൻ തട്ടിയാണ് മരണപ്പെട്ടത്. മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും ലെതർ ചെരുപ്പുമാണ് ധരിച്ചിട്ടുള്ളത്. വെട്ട ന്യൂസ്, തിരൂർ. താനാളൂരിലെ ജനദ്രോഹ ഭരണത്തിനെതിരെ UDF പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അധികാരികൾക്ക് താക്കീതായി. 100 കണക്കിന് പ്രവർത്തകന്മാർ പങ്കെടുത്ത മാർച്ച് താനാളൂർ ചുങ്കത്ത് നിന്നും ആരംഭിച്ചു. മാർച്ചിലുടനീളം ഭരണസമിതിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളും താനാളൂരിലെ ഗതാഗതക്കുരുക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസൗകര്യങ്ങളും പ്രതിഷേധ മാർച്ചിൽ വിഷയമായി. ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും പഞ്ചായത്തിലെ വികസനങ്ങൾ ചുരുക്കം വാർഡുകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതും പ്രതിഷേധത്തിനിടയായി. മാലിന്യ നിർമ്മാർജ്ജനം, തെരുവ് നായകൾ, മിഴിയടച്ച തെരുവ് വിളക്കുകളടക്കം നിരവധി വിഷയങ്ങളാണ് സമരക്കാർ ഉയർത്തിയത്. കായിക താരങ്ങളെ വഞ്ചിക്കുന്ന നിലപാട് തിരുത്തണമെന്നും അധികാരികളോട് ജനരോക്ഷം ആവശ്യപ്പെട്ടു. UDF ചെയർമാൻ PS ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KN മുത്തുകോയത്തങ്ങൾ, O രാജൻ, MP അഷ്റഫ്, VKM ഷാഫി, രത്നാകരൻ, TPM മുഹ്സിൻ ബാബു, VPM അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് PP റൌഫ്, K സൽമത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നേരത്തെ ചുങ്കത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് KV മൊയ്തീൻകുട്ടി, PM മുസ്തഫ, P അബ്ദുൽ കരീം, ആബിദ ബാബു, പുളിക്കൽ അഷ്റഫ്, TP റസാഖ്, I അഷ്റഫ്, U നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ്, താനാളൂർ. പരിയാപുരത്തും പരിസര പ്രദേശങ്ങളിലും നിരന്തരം നടന്നുവരുന്ന ഭവനഭേദന മോഷണ ശ്രമങ്ങൾക്ക് തടയിടാനും ജനങ്ങളിൽ ജാഗ്രതയും കരുതലും സൃഷ്ടിക്കുന്നതിനും വേണ്ടി പരിയാപുരം ദാറുസ്സലാം മദ്രസ ഓഡിറ്റോറിയത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. 100 കണക്കിന് പൊതുജനങ്ങൾ സദസ്സിൽ പങ്കെടുത്തു. സദസ്സ് വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മറ്റു വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ, പ്രിയപ്പെട്ട പ്രദേശവാസികളെ, കഴിഞ്ഞ ദിവസം ഏകദേശം 6-7 വീടുകളിലാണ് നമ്മുടെ നാട്ടിൽ കള്ളം കയറുകയും
കുറേ സാധന സാമഗ്രികളെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ പല ആളുകളും വന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തിരൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് വിഷയാവതരണം നടത്തി. നമ്പറുകളുണ്ട്. രാത്രി സമയങ്ങളിൽ തീർച്ചയായിട്ടും ഒരു വണ്ടി പോലീസ് പട്രോളിങ്ങിലുണ്ടാവും. ജാഗ്രതാ സമിതിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് തിരൂർ പോലീസിന്റെ പരിപൂർണ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു. വിവിധ രാഷ്ട്രീയ, മത, സാംസ്കാരിക, വ്യാപാര സംഘടനകളെ പ്രതിനിധീകരിച്ച് എം ജോയ്, കെ മുഹമ്മദ്, സി സിദ്ദീഖ്, കെ എം ഹസൻ, എൻ എസ് ബാബു, സി പി റസാഖ്, സി സീദി, പി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഷീർ കൊടക്കാട്ട് സ്വാഗതവും കെ എം ഹസൻ നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, പരിയാപുരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.